കോഴിക്കോട് നിന്ന് അനഘ കൂടിയൊപ്പം ചേരുകയാണ്. അപ്പോൾ തെക്കൻ കേരളത്തിൽ പത്തനംതിട്ടയിലാണ് കൂടുതൽ പ്രശ്നമുള്ളത്. അവിടെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് പലയിടത്തും. ആറന്മുള പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്, അവിടെയും ആശങ്കയാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് നിന്നും മഴ വാർത്തകൾ തന്നെയാണ് വരുന്നത്. വടക്കൻ കേരളത്തിലാകെ വലിയ മഴ പെയ്യുന്നുണ്ട്. എന്താണ് കോഴിക്കോട്ട് നിന്നുള്ള പുതിയ വിവരങ്ങൾ? കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴ രാവിലെ മുതൽ തന്നെ തുടരുന്നുണ്ട്. നഗരപ്രദേശങ്ങളെ സംബന്ധിച്ച് മഴ അല്പം മാറി നിൽക്കുന്നതൊരു ആശ്വാസമാണ്. ഈ ചാലിയാറും ഇരുവഴിഞ്ഞും അതുപോലെ ചെറുപുഴയും പൊയിലങ്ങാപ്പുഴയും ഒക്കെ തന്നെ വെള്ളം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും വെള്ളക്കെട്ട് ഭീഷണിയും ഉയരുന്നുണ്ട്. ഈ താമരശ്ശേരിക്ക് സമീപം ഈങ്ങാപ്പുഴയിലാണ് പ്രധാന റോഡിൽ, അത് ഗതാഗതം, അതായത് വയനാട്ടിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ബസ്സും അതുപോലെ തന്നെ വയനാട്ടിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളൊക്കെ മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മഴ അല്പം മാറിയതോടെ ഈ വെള്ളക്കെട്ടും ഇറങ്ങുന്നുണ്ട്. അതുപോലെ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ കാരശ്ശേരിയിലൊക്കെ തന്നെ ഈ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. മണ്ണിടിഞ്ഞ് വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരാറിലാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ കൂടരഞ്ഞി കോഴിക്കോടിന്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കൂടരഞ്ഞി. ഈ കൂടരഞ്ഞിയിലും അതിശക്തമായ മഴയുണ്ട്. കൂടരഞ്ഞി ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് അപകട മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കരുത്, അടച്ചിടണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുണ്ട്. അവരെയൊക്കെ തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ഈ കൂടരഞ്ഞി ഭാഗത്തുള്ള റിസോർട്ടുകൾക്ക് തുറന്ന് അടച്ചിടണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരങ്ങളും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കോടഞ്ചേരി ചാലിപ്പുഴയിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്ന് നടക്കേണ്ടിയിരുന്ന കയാക്കിംഗ് അടക്കമുള്ളവ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ചാലിപ്പുഴയിലും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കനത്ത ജാഗ്രത നിർദ്ദേശം കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന വിലങ്ങാട് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സ്ഥിതി ശാന്തമാണ്. പക്ഷേ ഈ പ്രദേശത്ത്, ഈ ഉരുൾപൊട്ടൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ മാറി താമസിക്കാനുള്ളൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. മഴ ഒരു പക്ഷേ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് തുടരുകയാണെങ്കിൽ കോഴിക്കോട് പലയിടത്തും ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലും റോഡിലും മറ്റുമൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പേരാമ്പ്രയിലെ നഗരത്തിൽ റോഡ് മുഴുവൻ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ തന്നെ മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യം, രാവിലെയൊക്കെ അപേക്ഷിച്ച് മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ റോഡിലേക്കും അതുപോലെ വീടിന് മുകളിലേക്കൊക്കെ തന്നെ മരവും മണ്ണും ഒക്കെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഈ മണിക്കൂറിൽ ശക്തമായ കാറ്റ് വീശും എന്നുകൂടി ഒരു നിർദ്ദേശമുണ്ട്. ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം, തിരമാല ഉയരുന്ന സാഹചര്യമുണ്ട്, അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ ബേപ്പൂരിൽ നിന്ന് കടലിൽ പോയ വള്ളം മറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 17 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിസാഹസികമായാണ് ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. ആർക്കും പരിക്ക് ഒന്നും ഏൽക്കാതെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. തൊട്ടടുത്തുള്ള മത്സ്യത്തൊഴിലാളികളും ആ പ്രദേശത്തെ ആളുകളും ഒക്കെ ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. 17 പേരെയാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് നഗരത്തിൽ അല്പം മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കൂടരഞ്ഞി അതുപോലെ ഈങ്ങാപ്പുഴ തുടങ്ങിയിട്ടുള്ള ഈ കിഴക്കൻ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അവിടെ പലയിടത്തും വെള്ളക്കെട്ട് ഭീഷണി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശം പലയിടത്തും നൽകിയിട്ടുണ്ട്. കൃഷ്ണരാജ്.